ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. വിപണിയും തിരക്കും സാമാന്യ ജനജീവിതത്തെ ഇത്രമേൽ ചൂഴ്ന്നു നിൽക്കാത്ത ഒരു കാലഘട്ടത്തിൽ മലയാളിയുടെ ആത്മമിത്രമായിരുന്നു റേഡിയോ. റേഡിയോ എന്നാൽ ആകാശവാണി. ആകാശവാണി മാത്രം കേട്ട് കടന്നു വന്ന തലമുറകളുടെ പ്രാതിനിധ്യവുമായി പ്രശസ്തരായ എഴുത്തുകാർ അതിധന്യമായ ആ കേൾവിക്കാലത്തെ ഓർത്തെടുക്കുന്നു. 50-ലധികം വർഷമായിട്ട് ആകാശവാണി നിലയങ്ങൾ എന്റെ ജീവിതവുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. CV ബാലകൃഷ്ണൻ എന്ന എഴുത്തുകാരനെ ആത്മസഖ്യത എന്തെന്നറിഞ്ഞനുഭവിപ്പിച്ച മാധ്യമം റേഡിയോ ആയിരുന്നു. ആകാശവാണിയുടെ കോഴിക്കോട് നിലയവുമായി വളരെ ദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. CV ബാലകൃഷ്ണൻ ആകാശവാണിയുടെ വളരെ വിസ്തൃതമായ ആ സിഗ്നേച്ചർ ട്യൂൺ, അത്രയേറെ ഹൃദ്യമായ ഒരു സിഗ്നേച്ചർ ട്യൂൺ മറ്റേതെങ്കിലും ഒരു മാധ്യമത്തിന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രശസ്ത സംവിധായകനായ മൃണാൾ സെന്നിന്റെ ഒരു സിനിമ തുടങ്ങുന്നത് ആ സിഗ്നേച്ചർ ട്യൂണോടുകൂടിയാണ്. ഒഴിഞ്ഞ ഒരു ഫ്രെയിമിൽ ആ ശബ്ദം അങ്ങനെ കേൾക്കുകയാണ്. അങ്ങനെയാണ് ആ സിനിമ തുടങ്ങുന്നത്. അത് ഇന്ത്യയിൽ എവിടെയും ഏത് സംസ്ഥാനത്തിലും ഏത് ജനസമൂഹങ്ങളിലും പ്രതിധ്വനിച്ചിട്ടുള്ള, ഏവരും ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയിട്ടുള്ള, ഏവർക്കും പരിചിതമായ, ഏവരും നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു ആർദ്രമായ ഒരു സംഗീതമാണത്. അപ്പൊ അത് എന്റെ മാത്രമല്ല, ഇന്ത്യയിലാകെയുള്ള ജനസമൂഹത്തിന്റെ ഹൃദയവുമായിട്ട് ഇണങ്ങിച്ചേർന്ന ഒരു സ്ഥാപനമാണ് ആകാശവാണി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ കാണുന്ന ആധുനികങ്ങളായ ഇലക്ട്രോണിക് മാധ്യമങ്ങളോ വിനിമയ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ഗ്രാമീണരായ എന്നെപ്പോലുള്ള എൻ്റെ ഒപ്പമുള്ള ആളുകളെ സംബന്ധിച്ച് റേഡിയോ എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായിരുന്നു. ഇന്ന് നമ്മളൊരു ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ഫോണോ, ഏറ്റവും മികച്ച ഒരു LED ടിവിയോ, പ്രൊജക്ടറോ, ഹോം തിയേറ്ററോ ഒക്കെ ഉണ്ടാകുമ്പോൾ തോന്നുന്ന അതിനേക്കാളൊക്കെ എത്രയോ തീക്ഷണമായിട്ടുള്ള വികാര വായ്പായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു ട്രാൻസിസ്റ്ററുള്ള ആളുകളോട് മറ്റുള്ളവർക്ക് തോന്നിയിരുന്നത്. അത് ഞാനതിനെ ആരാധന എന്നാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ ഗ്രാമത്തിലാണ് 2-3 റേഡിയോ ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഒരു ബാർബർ ഷോപ്പിലുള്ള റേഡിയോ ആയിരുന്നു. ആ ബാർബർ ഷോപ്പിലെ ചെറുപ്പക്കാരനായിട്ടുള്ള ബാർബർ സംഗീത തൽപരനായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ആ ഷോപ്പിൽ ജോലി തുടങ്ങുന്ന കാലത്ത് തന്നെ ഒരു ചെറിയൊരു ട്രാൻസിസ്റ്റർ വാങ്ങിച്ചിട്ടു. ഇപ്പോഴും അതിന്റെ രൂപം എനിക്ക് ഓർമ്മയുണ്ട്. കൃഷ്ണൻ എന്ന അയാളുടെ പേര്. കൃഷ്ണൻ വളരെ രാവിലെ ഇത് വളരെ ഉയർന്ന ശ്രുതിയിൽ ഇത് വച്ചിട്ട് ഉച്ചസ്വരത്തില് അതിലെ പാട്ടുകൾ വെച്ചിട്ട് വളരെ ദൂരെയുള്ള വയലിലേക്ക് കൂടി ഇങ്ങനെ നടന്നു വരും. നടന്ന് ഏതാനും ചായപ്പിടികളോ കടകളൊക്കെ ഉള്ള ഒരു ചെറിയ നമ്മുടെ ഗ്രാമ ചത്വരത്തിൽ എത്തുമ്പോഴേക്കും അതിന്റെ ശബ്ദം ഇങ്ങനെ കൂടിക്കൂടി വന്നു. അങ്ങനെ ഈ കൃഷ്ണൻ കൊണ്ടുവന്ന റേഡിയോയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുന്നത്. നമുക്ക് ഇന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ നാനാ വഴികളുണ്ട്. സിനിമയിലെ പാട്ടുകൾ, അതിന്റെ രംഗങ്ങളോടുകൂടി നമ്മൾ യൂട്യൂബിൽ ഏത് സമയത്തും നമുക്ക് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. കാറില് MP3 അതുപോലുള്ള സംവിധാനങ്ങളുണ്ട്. ഏത് പാട്ടുകളും നമുക്ക് എപ്പോഴും വേണമെങ്കിലും കേൾക്കാം, എത്ര പാട്ടുകൾ വേണമെങ്കിലും റെക്കോർഡ് ചെയ്തെടുക്കാം. ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ആകാശവാണി ഇങ്ങനെ തേൻ കിനിയുന്നത് പോലെ വന്നുകൊണ്ടിരുന്ന പാട്ടുകളുണ്ട്. അത് നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന പേരിൽ വരുന്ന ഞായറാഴ്ച വരുന്ന സവിശേഷമായിട്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി അന്ന് എത്രമേൽ ആകർഷകമായിരുന്നു എന്ന് പറയാനാവില്ല. 65-66 കാലത്ത് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴേ, ചെമ്മീൻ അത് സിനിമയായിട്ടല്ല ആളുകളുടെ മുമ്പിൽ വരുന്നത്, പാട്ടുകളായിട്ടായിരുന്നു. അത് വചനമായിട്ടാണ്, ബൈബിളിൽ പറയുന്ന പോലെ വചനമായിട്ടാണ് ചെമ്മീൻ വന്നത്. അതിലെ പാട്ടുകള് അന്ന് റേഡിയോയിൽ, എന്റെ ഗ്രാമത്തിലുള്ള വായനശാലയിലെ റേഡിയോയിൽ ഉച്ചഭാഷണിയിലൂടെ കേൾക്കുമ്പോഴേ അങ്ങ് ദൂരെ നിന്ന് ആൾക്കാര് അതിന്റെ അടുത്തേക്ക് ഓടി വരുമായിരുന്നു. ഓടി വന്ന് മുഗ്ധരായി ആ വായനശാലയുടെ മുന്നിൽ ആ ഉച്ചഭാഷണിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. മൊത്തത്തിൽ ഈ ചലച്ചിത്ര ഗാനങ്ങളോട് മുഴുവനും, ചലച്ചിത്ര ഗാനരചയിതാക്കളോട്, P. ഭാസ്കരനോട്
വയലാറിനോട്, പിന്നീട് വന്ന ശ്രീകുമാരൻ നമ്പിയോട്, ബാലമുരളി എന്ന പേരിലെ ഗാനങ്ങൾ എഴുതിയ ONV കുറുപ്പിനോട് ഒക്കെ തോന്നിയിട്ടുള്ള ഒരു ആദരവിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആകാശവാണിയായിരുന്നു. ഒപ്പം യേശുദാസിനെ കൊണ്ട് പാടിച്ച MP ശ്രീനിവാസനും ദേവരാജൻ മാഷും ബാബുരാജും ദക്ഷിണാമൂർത്തി സ്വാമിയും അങ്ങനെയുള്ള നിരവധി സംഗീത സംവിധായകരുമൊക്കെ അന്ന് ജനഹൃദയങ്ങളിലേക്ക് വന്നത് മറ്റ് പ്രചാരണ മാധ്യമങ്ങളിലൂടെയല്ല, ഈ ആകാശവാണി എന്ന് പറയുന്ന ഒരേ ഒരു മാധ്യമത്തിലൂടെയായിരുന്നു. ഒറ്റ മാധ്യമമേ അന്നുണ്ടായിരുന്നുള്ളൂ. അതാണ് പക്ഷേ ജനങ്ങൾ മുഴുവനും ശ്രവിച്ചത്. ജനങ്ങൾ മുഴുവനെയും അതിന് ഭക്തിപൂർവം അതിന്റെ മുന്നിൽ നിലയുറപ്പിച്ചത് ഇതിന്റെ മുന്നിലാണ്. അത്തരമൊരു ആരാധന മറ്റൊരു മാധ്യമത്തോട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റേഡിയോ കാലത്തിന്റെ ധന്യതകളെ സ്വതസിദ്ധമായ കാവ്യാത്മക ശൈലിയിൽ ആവിഷ്കരിക്കുകയാണ് കവി കൽപ്പറ്റ നാരായണൻ. 60കളുടെ ആരംഭത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ റേഡിയോ വന്നു. 9 ഹെയർപിൻ വളവുകളുള്ള ചുരം വഴി ആധുനികത സംശയിച്ച് വന്ന ആദ്യ നാളുകളിൽ തന്നെ വയനാട്ടിലെ എൻ്റെ വീട്ടിൽ അതെത്തിച്ചേർന്നു. ചാണകം മെഴുകിയ നിലമുള്ള, ചോർന്നതിൻ്റെ മഞ്ഞച്ചാലുകൾ വീണ ചുമരുകളുള്ള, മഴക്കാർ കണ്ടാൽ മണ്ണട്ടകൾ സതിരു തുടങ്ങുന്ന വയൽവക്കത്തുള്ള എൻ്റെ വീട്ടിലെ വിളറിയ ചുമരിന് പൊരുത്തപ്പെടാനാവാത്ത തിളക്കവും പുതുമയും മരഫ്രെയിമിനുള്ള ആ മർഫി റേഡിയോയ്ക്കുണ്ടായിരുന്നു. പണിയൻ കയമ ചുമന്നുകൊണ്ടുവന്ന ഒരു വലിയ കാർഡ്ബോർഡ് പെട്ടി താഴെ ഇറക്കാൻ ഏട്ടനും കൂടി. എന്തു തൊട്ടാലും പൊട്ടിക്കുന്ന ഞാൻ താങ്ങുവാൻ കൂടിയിട്ടില്ലല്ലോ എന്ന് ഏട്ടൻ ഓട്ടക്കണ്ണിട്ട് നോക്കിയിരിക്കണം. പെട്ടി ശ്രദ്ധാപൂർവം തുറന്ന് റേഡിയോ സെറ്റ് കോലായിൽ എടുത്തു വെച്ചു. റേഡിയോ സെറ്റ് കാണാൻ പൂച്ച ഉൾപ്പെടെ സകലരും വന്നു. റേഡിയോ എന്നൊരു കുശുകുശുപ്പ് പരന്നു. ഉമ്മറക്കോലായിൽ നിന്ന് കടക്കുന്ന ചെറിയ മുറിയിലാണ് റേഡിയോ വെച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട അകത്താണ് ഈ റേഡിയോ വെച്ചത്. അതിലൂടെ വേണം മറ്റു മുറികളിലേക്ക് കടക്കാൻ. വിളക്ക് ആദ്യം കത്തിച്ച് വെക്കുക ഈ മുറിയിലാണ്. അവിടെ നിന്നാണ് വിളക്ക് മുറ്റത്തേക്ക് എടുത്തു വെക്കുക, അല്ലെങ്കിൽ കോലായിലേക്ക് എടുത്തു വെക്കുക. തലയ്ക്കൽ കത്തിച്ച വിളക്കോടെ അച്ഛൻ കിടന്നത് ഈ മുറിയിൽ ആണ്. ചുമരിൽ ആണിയടിച്ച് ഫ്രെയിം ഉറപ്പിക്കാൻ ഏട്ടൻ അധിക സമയം എടുത്തില്ല. റേഡിയോ പാടുമ്പോൾ, സ്റ്റേഷൻ മാറ്റി വെക്കുമ്പോൾ താനൊരു മജീഷ്യനായി മാറുന്നതിനെക്കുറിച്ചുള്ള സങ്കല്പം ഏട്ടനെ തിടുക്കപ്പെടുത്തിയിരിക്കണം. അല്ലെങ്കിലും ഏട്ടൻ എന്തിനും ഒരു നേക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് റേഡിയോ പാടാനും പറയാനും തുടങ്ങി എന്നല്ല, വീട് പാടാനും പറയാനും തുടങ്ങി എന്ന് വേണം പറയാൻ. വീടിന് പുതിയ ഒരൊച്ചയും അനക്കവും വെച്ചു. റേഡിയോ വീട്ടിലെ ശബ്ദത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. മറ്റൊരു ശബ്ദത്തിനും ശബ്ദമില്ലാതായി. താഴെ വയലിൽ നിന്ന് വിവരങ്ങൾ വിളിച്ചു ചോദിച്ചവർക്ക് ഇപ്പോൾ അലറേണ്ടി വന്നു. അമ്മ അടുക്കളപ്പണിക്കിടയിൽ കിണ്ണത്തിലും ചെമ്പുപാത്രത്തിലും താളം പിടിച്ചു. ജോലിഭാരം കുറഞ്ഞില്ലെങ്കിലും ഒന്ന് താളത്തിലായി. ഒരു കഥകളിപ്പാട്ടുകാരൻ്റെ മകളായ അമ്മ സംഗീത ലോകത്തിലുള്ള തൻ്റെ അവകാശം പുനഃസ്ഥാപിച്ചു. കഥകളി പദങ്ങൾ അമ്മയെ ബാല്യത്തിലേക്ക് വിളിച്ചു. വീട്ടിലെ തീറ്റയും വർത്തമാനം പറയലും വായനയുമെല്ലാം അർദ്ധമനസ്സോടെയായി. പുറം ലോകവുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ച് വയനാട്ടിലൊരു മൂലയിൽ കഴിയുകയായിരുന്ന ഞങ്ങൾ ലോകവുമായുള്ള ബന്ധം വീണ്ടെടുത്തു. റേഡിയോ ആയി വീട്ടിലെ സമയം. 12:30 പ്രാദേശിക വാർത്തയ്ക്ക് ഇലമുറിച്ചു. 1 മണി വാർത്ത ഇനിയും ചോറായില്ലേ എന്ന് അടുക്കളയിൽ കയറി നോക്കി. 1:30 മണിയുടെ ചലച്ചിത്രഗാനത്തിലെ വരികൾ ചെറുമയക്കത്തിൽ ഇടയ്ക്കിടെ നഷ്ടപ്പെട്ടു. 2:30 മണിയുടെ ശബ്ദരേഖയ്ക്കായി കോലായിൽ പുൽപ്പായിട്ട് ഇരിപ്പിടം പിടിച്ചു. സ്കൂൾ വിട്ട് പഠിക്കലെത്തിയപ്പോൾ 7:30 വാർത്ത തുടങ്ങിയത് കേട്ട് വൈകിയതിന് ചീത്ത കേൾക്കുന്നതോർത്ത് പേടിച്ചു. രാവിലെ 8 മണി വാർത്ത കേട്ട് സഞ്ചിയിൽ പുസ്തകം കുത്തി നിറച്ച് വെപ്രാളപ്പെട്ട് ഓടുവാൻ തുടങ്ങി. 8 മണിയായിട്ടും എണീറ്റിട്ടില്ല എന്ന് ശാപം കേട്ടു. സമയത്തിന് ശബ്ദം കിട്ടിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ. പത്രത്തിലെ റേഡിയോ പരിപാടി ശബ്ദരേഖ കാരണം കൂടുതൽ വായിക്കപ്പെട്ട ഒരിനമായി. കാത്തിരുന്ന് സിനിമ കാണാൻ തുടങ്ങി എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. കേൾവിക്കാരൻ കാഴ്ചക്കാരനേക്കാൾ കാണുന്നു. ഭാവനാപൂർണമായി കാണാൻ കേൾവിയാണ് നല്ലത്. സ്വയംവരം വരെയുള്ള മലയാള ചലച്ചിത്രങ്ങൾ ശബ്ദരേഖയിൽ വലിയ കുറവൊന്നുമില്ലാതെ
എന്നാൽ ചില ഹൃദ്യമായ കൂടുതലുകളോടെ അനുഭവിക്കാൻ കഴിയുന്നവയായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ അരവിന്ദൻ്റെയോ ചലച്ചിത്രങ്ങൾ പറഞ്ഞു കേട്ടാൽ മനസ്സിലാകുന്നവയല്ല. പക്ഷെ അങ്ങനെയല്ല റേഡിയോ കാലത്തിൻ്റെ എഴുത്തുകാരനായ MT തിരക്കഥ എഴുതിയ ചലച്ചിത്രങ്ങൾ. അവ ശബ്ദരേഖയിൽ ഏറെക്കുറെ പൂർണ്ണം തന്നെയായിരുന്നു. ഫിലിം സൊസൈറ്റി കാലത്ത് അടൂരിൻ്റെയും അരവിന്ദൻ്റെയും മണി കൗളിൻ്റെയും ചിത്രങ്ങളിലെ നിശബ്ദത കണ്ട് ക്ഷമ നശിച്ച് എന്തെങ്കിലും ഒന്ന് പറ ചങ്ങായിയെ എന്ന് ചിലർ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതിനു പിന്നിൽ ശബ്ദരേഖയുടെ സൂക്ഷ്മമായി പറഞ്ഞാൽ റേഡിയോയുടെ സ്വാധീനമുണ്ടായിരുന്നു. മലയാളിയെ ആ വിധത്തിൽ കാഴ്ചക്കാരൻ എന്ന നിലയിലും കേൾവിക്കാരൻ എന്ന നിലയിലും രൂപപ്പെടുത്തിയ റേഡിയോ. നാടകകൃത്തും നിരൂപകനുമായ N. ശശിധരന്റെ ഓർമ്മകളിലെ റേഡിയോ കാലം. 1971 എനിക്ക് ആദ്യമായി ജോലി കിട്ടിയത്. ജോലി കിട്ടിയ ആദ്യത്തെ മാസത്തെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് തന്നെ ഞാനൊരു റേഡിയോ വാങ്ങി. ഒരു റേഡിയോ സ്വന്തമാക്കുക എന്നുള്ളത് അന്ന് വാസ്തവത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഒരിക്കലും സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതുപോലുള്ള ഒരു സംഭവമായിരുന്നു. 24 മണിക്കൂറും ഈ റേഡിയോയുടെ ചുറ്റും വായനയൊക്കെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഞാൻ ഇങ്ങനെ കഴിച്ചുകൂട്ടി. വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് പോകുമ്പോൾ റേഡിയോ കയ്യിലെടുക്കും. വീട്ടിന്റെ അടുത്തുള്ള കുന്നിന്റെ ഉച്ചിയിൽ കയറിയിരുന്ന് 2-3 സുഹൃത്തുക്കളോടൊപ്പം റേഡിയോ പരിപാടി കേൾക്കുക അന്ന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. റേഡിയോയുമായി ബന്ധപ്പെട്ട ഏറ്റവും വിഷാദകരമായ ഒരു ഓർമ്മ കൂടി എനിക്കുണ്ട്. എൻ്റെ അച്ഛൻ ഗാംഗ്രൈൻ എന്ന മഹാരോഗം ബാധിച്ച് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഭയങ്കരമായി കഷ്ടപ്പെട്ടിരുന്നു. രാവിലെ നേരം പുലരുന്നത് മുതൽ രാത്രി വളരെ വൈകി ഉറങ്ങുന്നത് വരെ മുഴുവൻ സമയവും വലിയ ശബ്ദത്തിൽ അദ്ദേഹം നിലവിളിക്കുമായിരുന്നു. ആ നിലവിളി 2 കിലോമീറ്റർ അകലെയുള്ള നായാട്ടുപാറയിൽ നിന്ന് കുന്നിറങ്ങി വരുമ്പോൾ പലപ്പോഴും ഞാൻ കേൾക്കുമായിരുന്നു. അത്രയും അകലെ കേൾക്കുന്ന ആ നിലവിളി അദ്ദേഹം ദിവസത്തിൽ 3 തവണ തീരെ നിർത്തുമായിരുന്നു. അത് ആകാശവാണിയിലെ രാവിലെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും വാർത്തകളുടെ സമയത്തായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിന് വാർത്തകൾ കേൾക്കുക എന്നുള്ളത്, പത്രം വായിക്കുന്നതിനേക്കാൾ വാർത്തകൾ കേൾക്കുക എന്നുള്ളത് ഒരു വലിയ ജീവിതവ്രതമായിരുന്നു. ആ സമയങ്ങളിൽ മാത്രം 10 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം നിലവിളിക്കാതിരുന്നത്. ബാക്കി സമയങ്ങളിലൊക്കെ നിലവിളിക്കുന്ന അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ വാസ്തവത്തിൽ ആ റേഡിയോ എടുത്ത് മാറ്റുകയാണ് ഞാൻ ചെയ്തത്. വേറൊരു റേഡിയോ ഞാൻ പുതുതായി വാങ്ങി. ആ റേഡിയോ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നർത്ഥത്തിൽ. മറ്റൊന്ന് പറയാനുള്ളത് സംഗീതത്തെക്കുറിച്ചാണ്. കർണാടക സംഗീതത്തിലെ മഹാരഥന്മാരെല്ലാവരും അക്കാലത്ത് ആകാശവാണിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അതിലേറെ എനിക്ക് താല്പര്യം തോന്നിയത് താരതമ്യേന നമുക്ക് അപരിചിതമായിരുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തെ അത് വല്ലാതെ ഒരു വലിയ പ്രാധാന്യത്തോടുകൂടി ശ്രോതാക്കളിൽ എത്തിച്ചു എന്നുള്ളതാണ്. ഭീംസൻ ജോഷി, ജസ്രാജ്, മല്ലികാർജുൻ മൻസൂർ, ബിസ്മില്ല ഖാൻ, ഹരിപ്രസാദ് ചൗരസ്യ, ഉസ്താദ് അല്ലാരഖ, കിഷോരി അമോങ്കർ തുടങ്ങിയ മഹാരഥന്മാരായ സംഗീതജ്ഞന്മാരെ ഞാൻ ആദ്യമായി കേൾക്കുന്നത് ആകാശവാണിയിലൂടെയാണ്. ഹിന്ദുസ്ഥാനി സംഗീതം കർണാടക സംഗീതത്തിലുപരി എൻ്റെ ജീവിതത്തെയും മനോഘടനയെയും എൻ്റെ ചിന്തകളെയും എൻ്റെ സങ്കല്പരഥികളെയും ഒക്കെ വലുതായി സ്വാധീനിച്ചിട്ടുണ്ട്. വാക്കുകൾക്ക് അതീതമായിട്ടുള്ള, ഭാഷ കൊണ്ട് ഒരിക്കലും നിർവഹിക്കാൻ കഴിയാത്ത വലിയ ലോകങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ഹിന്ദുസ്ഥാനി സംഗീതമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആകാശവാണിക്ക് അല്ലെങ്കിൽ റേഡിയോ എന്ന് പറയുന്ന മാധ്യമത്തിന് ഉള്ളതാണ്. സാഹിത്യ നിരൂപകനും സാംസ്കാരിക പ്രഭാഷകനുമായ EP രാജഗോപാലിന്റെ ഓർമ്മകൾ. വെണ്ണയുടെ നിറമുള്ള ഒരു മർഫി റേഡിയോ വീട്ടിൽ ഉണ്ടായിരുന്നു. അച്ഛൻ എലിക്കോടുള്ള അന്തുമായി എന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പിടിയില്ലാത്ത റേഡിയോ ആയിരുന്നു അത്.
അത് വീട്ടിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ മാറി. 60കളുടെ മധ്യത്തിലാണ് കാര്യം. അന്ന് വളരെ കുറച്ച് റേഡിയോകൾ മാത്രമേ ഉൾനാടുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ റേഡിയോ പലപ്പോഴും ഒരു സദസ്സിന് മുമ്പിലായിരുന്നു വെച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടുമുറ്റത്ത് 10-20 ആളുകൾ പലപ്പോഴും റേഡിയോ വാർത്തകൾ കേൾക്കാനായി വന്നു ചേരാറുണ്ടായിരുന്നു. വാർത്ത കഴിഞ്ഞാലും ആളുകൾ പിരിഞ്ഞു പോകില്ല. വാർത്തയിൽ കേട്ട കാര്യങ്ങളെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ക്ഷീണിക്കും വരെ അവർ അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും മിക്കവാറും അടുത്ത ബുള്ളറ്റിന്റെ സമയം ആയിട്ടുണ്ടാവും. അതിനുവേണ്ടി അവർ വീണ്ടും കാതു കുർപ്പിക്കുന്നു, വീണ്ടും ചർച്ച. അങ്ങനെ ആണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് എന്ന് ഓർക്കുകയാണ്. പക്ഷേ വാർത്തകളെക്കാളും ഞങ്ങളുടെ വീടിനെ പ്രസിദ്ധിച്ചത് നാടകങ്ങൾ ആയിരുന്നു. റേഡിയോ നാടകങ്ങൾ ധാരാളമായി വരുന്ന കാലം. 1971 ഞങ്ങളുടെ വീട്ടിൽ വൈദ്യുതി വന്നത്. 1-2 ചെറിയ വിളക്കുകൾ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ചെറിയ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ ഞങ്ങൾ റേഡിയോ നാടകങ്ങൾ കേൾക്കുമായിരുന്നു. അത് വെറും ശബ്ദം ആയിരുന്നെങ്കിലും വാസ്തവത്തിൽ അരങ്ങിൽ കാണുന്ന ഒരു സുഖം ഞങ്ങൾ ഏതോ നിലക്ക് അവതരിപ്പിച്ചിരുന്നു. ഒരു തീപ്പെട്ടി എനിക്ക് ഓർമ്മയുണ്ട്. ഒരു നാടകം കേട്ട് വല്ലാതെ മതിമറന്ന എൻ്റെ അച്ഛൻ ആ നാടകം എഴുതിയ ആളുടെ പേര് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടിയുടെ ലേബലിന് മുകളിൽ കുറിച്ചു വെച്ചിരുന്നു. സുന്ദരൻ കല്ലായി എന്നാണ് ആ പേര് എന്ന് ഞാൻ പിറ്റേ ദിവസം വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു നാടകം കേട്ട് അത്രയും ഇഷ്ടപ്പെട്ട് ആകാശവാണിയിലേക്ക് ഒരു അഭിനന്ദന കത്ത് അയക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പേര് അച്ഛൻ കുറിച്ചു വെച്ചത്. അക്കാലത്തെ എല്ലാ ചെറുപ്പക്കാരെയും പോലെ എൻ്റെ അച്ഛനും ഒരു നാടകക്കാരൻ ആയിരുന്നു. അദ്ദേഹം ആ കത്ത് അയച്ചോ എന്ന് ധാരണയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം മനസ്സിൽ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കൃഷ്ണേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ഇപ്പോഴും ഉണ്ട്. PV കൃഷ്ണൻ എന്ന ആളുണ്ടായിരുന്നു. വലിയ ഉയരമുള്ള സുന്ദരനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് കനത്ത ശബ്ദമാണ്. അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയിലെ നാടകങ്ങളിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം സ്റ്റേജ് നാടകങ്ങളിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിന് പിന്നാലെ AR ഫെയിം എന്ന് വെച്ചിരുന്നു. റേഡിയോ സ്റ്റാർ എന്നും ചില നോട്ടീസുകളിൽ കണ്ടത് ഓർമ്മയുണ്ട്. അപ്പോൾ റേഡിയോ നാടകങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ കലാന്തരീക്ഷത്തെ തന്നെ വല്ലാതെ മാറ്റി നിർത്തുന്നുണ്ട്. പലരും റേഡിയോകൾക്ക് നാടകങ്ങൾ എഴുതി അയച്ചതും ഓർമ്മയിൽ ഉണ്ട്. ഒരു റേഡിയോ നാടകോത്സവത്തിന്റെ വഴിയെക്കുറിച്ചും ഇപ്പോൾ പറയാൻ തോന്നുന്നു. ഞാൻ കുറച്ച് മുതിർന്നിരിക്കണം. ഒരു സന്ധ്യക്ക് 8 മണിക്കോ മറ്റോ അല്ലെങ്കിൽ അതിലും വൈകിയോ എന്ന് അറിഞ്ഞൂടാ, ഞാനൊരു ചെറിയ വഴിയിലൂടെ, ഇപ്പൊ നല്ല റോഡാണ്, നടന്നു വരികയാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് റേഡിയോ നാടകത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ നടത്തത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. എനിക്കും വീട്ടിലെത്തി അത് കേൾക്കണം. ആ വീട് വിട്ട് അന്ന് അടുത്തടുത്ത വീടുകളില്ല. മറ്റേ വീട്ടിൽ എത്തുമ്പോഴും ഇതിന്റെ തുടർച്ചയാണ് കേൾക്കുന്നത്. അപ്പോൾ റേഡിയോ നാടകത്തിൻ്റെതായിട്ടുള്ള ഒരു ശബ്ദപാത രൂപീകരിക്കപ്പെടുകയാണ്. എല്ലാ വീടുകളിലും ആളുകൾ ആവുന്നത്ര ഉച്ചത്തിൽ ഈ റേഡിയോ നാടകം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇരുട്ട്, രാത്രിയുടെ ആ ഇരുട്ടിൽ ഞാൻ കേട്ടുകൊണ്ടാണ് വീട്ടിൽ എത്തിയത്. അതല്ലാത്ത ഒരു അനുഭവമാണ്. റേഡിയോ നാടകം എന്ന ഒരു മാധ്യമം കൊണ്ട് ഏകീകരിക്കപ്പെടുന്ന, ഒന്നിച്ച് നിർത്തപ്പെടുന്ന ഒരു ഗ്രാമീണ സദസ്സ്, സാംസ്കാരികമായി വല്ലാതെ പ്രത്യേകമായി തീർന്ന ആ രാത്രി, അതൊക്കെ ആവേശപൂർവ്വമാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ ഓർക്കുന്നത്. യുവവാണി ഞങ്ങളെ വ്യത്യസ്തമായ രീതിയിലാണ് ത്രസിപ്പിച്ചത്. പുതിയ ശബ്ദങ്ങൾ, പുതിയ അഭിപ്രായങ്ങൾ, പുതിയ തരം പാട്ടുകൾ, പുതിയ തരം നാടകങ്ങൾ, അത് സ്വതന്ത്രമായിട്ടുള്ള ആവിഷ്കാരത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് യുവവാണിയിൽ നിന്ന് കേട്ടത്. ഭാവിയിലെ കേരളത്തിന്റെ കലാലോകം എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകളെ നന്നായി മനസ്സിലാക്കി തന്നത് തീർച്ചയായും യുവവാണിയാണ്. പഴയ കാലത്തിന്റെ നിശ്ചേതനമായ മാധ്യമമല്ല റേഡിയോ. അതിപ്പോഴും വിവരവിജ്ഞാന വിനോദ മേഖലകളിൽ ജനങ്ങൾക്കായി സ്പന്ദിക്കുകയും പ്രതിസ്പന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. റേഡിയോ ശ്രവിക്കുന്നവർ അത് തിരിച്ചറിയുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ജനപക്ഷത്തു നിന്ന് മുന്നേറാനാണ് തീരുമാനം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ദിനാശംസകൾ നേരുന്നു.